അവളൊരു രാക്ഷസിയാ. അതുകൊണ്ടാ അവൾ ആരോടും പറയത്തില്ലെന്ന് പറഞ്ഞ കാര്യം സ്വന്തം മോളോട് തന്നെ പറഞ്ഞത്. അപ്പൊ അതിൽ സത്യം ഉണ്ടല്ലേ? എന്റെ മോളെ, അങ്ങനൊരു അബദ്ധം എനിക്ക് പറ്റി. അവളുണ്ടല്ലോ, ആ ലക്ഷ്മി, അവൾക്ക് 5 വയസ്സുള്ളപ്പോ അവളെയും കൊണ്ടാ ഞാനന്ന് ലോറി പോയത്. അന്നത്തെ ആ സംഭവം അവൾക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ലോറി ഓടിച്ച് കയറ്റിയത് കണ്ണന്റെ അച്ഛന്റെ ബുള്ളറ്റിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. ഇപ്പൊ പക്ഷെ അവൾ എങ്ങനെയോ അത് കുത്തിപ്പൊക്കി. അവളിങ്ങനെ കണ്ണനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവക്ക് പിടികിട്ടി അന്ന് എന്റെ ലോറി ചെന്ന് ഇടിച്ചത് കണ്ണന്റെ അച്ഛനെയായിരുന്നു. എനിക്കിപ്പോ ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാ അമ്മയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ മുന്നില് അച്ഛനും മുത്തശ്ശിയൊക്കെ കുറച്ച് താഴ്ന്നു കൊടുത്തതല്ലേ? അതെ മോളെ, അതെ. ഈ വിവരം ഒന്നും കണ്ണനും അറിഞ്ഞിട്ടില്ല, ഉണ്ണി അറിഞ്ഞിട്ടില്ല. അവരെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മളെ വെച്ചേക്കുവോ? ഞാനും ഉണ്ണിയേട്ടനും തമ്മില് ചെറിയ വഴക്കുണ്ടായി. അയാളോട് ഞാൻ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പറഞ്ഞു. അതിനുശേഷാ അമ്മ എന്നോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. എന്റെ മോളെ, നിങ്ങൾ തമ്മിലുള്ള വഴക്കിന്റെ കാരണങ്ങൾ എന്താണെങ്കിലും ശരി, ഇപ്പൊ ഉണ്ണിയെ പിണക്കുന്നത് ശരിയല്ല. അവന്റെ അച്ഛനെ കൊന്നത് എന്റെ ലോറിയാണെന്ന് അറിഞ്ഞാ അവൻ പോലും എന്നെ വെറുക്കും മോളെ. മോളെ, ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിക്ക് അവന്റെ അച്ഛനെ വലിയ ഇഷ്ടമാ. അങ്ങേരില്ലാത്തോണ്ടാണ് അവനൊന്നും കിട്ടാത്തതെന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനൊരു സാഹചര്യത്തിൽ അവന്റെ അച്ഛനെ മുകളിലോട്ട് എടുത്തത് ഞാൻ കാരണമാണെന്ന് അറിഞ്ഞാ അതവൻ സഹിക്കുമോ മോളെ? അതുകൊണ്ട് എന്റെ പൊന്നു മോളെ, വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞിട്ട് അവന്റെ കൂടെ മടങ്ങി പോകണം. പക്ഷെ കണ്ണേട്ടന്റെ അച്ഛന്റെ മരണം അവൾക്ക് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ട. അത് വെച്ച് അവള് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മോളിനി അവന്റെ അടുത്ത് പോയി അവനെ ചൊടിപ്പിക്കൊന്നും വേണ്ട. മോളെ അങ്ങോട്ട് പോയി അവള് കിടക്കുന്നത് കാണുമ്പോ മോൾക്ക് സങ്കടം അഭിനയിക്കാനൊന്നും പറ്റത്തില്ല. മോൾ അറിയാതെ ഇങ്ങ് ചിരിച്ചു പോവും. അവള് ചെയ്ത പാപത്തിന്റെ ഫല അവൾക്ക് കിട്ടിയത്. ഇനി അവൾക്കും ആപത്തുണ്ടാവണം. അതെ. അതോടെ ഉണ്ണിയേട്ടനും കണ്ണേട്ടനും അറിയാത്ത സത്യങ്ങള് മാഞ്ഞു പോവും. അതെ. അമ്മ എന്തായാലും അതൊക്കെ എന്നോട് പറഞ്ഞ പോലെ അവരോട് പറയുന്ന തോന്നുന്നില്ല. പിന്നെ ഈ സംഭവത്തിന് സാക്ഷികൾ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ മോള് ഉണ്ണിക്കൊപ്പം പോവാൻ നോക്ക്. ശരി അച്ഛ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ആ തോമസ് സാറിന്റെ കുഴമ്പിട്ടതിന് ശേഷം ഇപ്പൊ ഇത്തിരി ആശ്വാസമൊക്കെ ഉണ്ട്. എന്നാലും ഈ ഭാഗത്തൊന്നും തൊടാൻ പറ്റുന്നില്ല മോളെ. ഒരുമാതിരി കൊളുത്തി പിടിക്കുന്ന വേദന. വീണ്ടും വന്നോ? ഭാര്യ ഭർത്താവിന്റെ കരണത്ത് തല്ലിയതുകൊണ്ട് തിരികെ വരില്ലെന്ന് ഞാൻ കരുതിയത്. തെറ്റ് എന്റെ ഭാഗത്തല്ലേ? അതുകൊണ്ട് അമ്മ പറഞ്ഞു അവളെ പോയി വിളിച്ചോണ്ട് വരാൻ. അവളെ ഞാൻ ശരിക്കൊന്ന് ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശം കേട്ടുകൊണ്ട് അവളുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് പോയിരിക്കുക. ഇനി അവിടുന്ന് എന്തുപദേശ കിട്ടിയിരിക്കുന്നതെന്ന് അറിയില്ല. അവര് നല്ലത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവള് നിനക്കൊപ്പം വരും. ഉണ്ണി, അകത്തേക്ക് വരൂ. വാ മോനെ.
മോനിരിക്കെ. അവള് മടങ്ങി വന്നു കഴിഞ്ഞ് തെറ്റായ ഉപദേശങ്ങൾ കൊടുത്ത് നീയും നിന്റെ അമ്മയും കൂടെ അവളെ വീണ്ടും വഴി തെറ്റിക്കരുത്. ജനിച്ച അന്നു മുതല് ലക്ഷ്മിയെ മാറ്റി നിർത്തിയിട്ട് അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ അവളെ സ്നേഹിക്കുകയായിരുന്നു. സ്നേഹിച്ച് വഷളാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം അവള് കല്യാണം കഴിഞ്ഞു വന്ന വീട്ടിലാണെങ്കിലോ അവിടെയും നീ നിന്റെ അമ്മയും അമ്മാവനും പിന്നെ ആ മേഘൻ ഉൾപ്പെടെയുള്ളവർ ഏതാണ്ട് കരുണയുടെ അച്ഛനെയും മുത്തശ്ശിയും പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് നല്ലതും ചീത്തയും എന്റെ മോൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. കണ്ണനും മഹാലക്ഷ്മി ഇപ്പോ രണ്ടായി നിൽക്ക്. എന്തൊക്കെ പറഞ്ഞാലും കണ്ണനോട് എനിക്കിപ്പോഴും വെറുപ്പില്ല. കാരണം എന്റെ മോളും കണ്ണനും വേർപിരിഞ്ഞു നിൽക്കുന്നെങ്കിൽ അതിന് ഒരു പരിധിവരെ എന്റെ മോളും ചിലപ്പോ ഒരു കാരണക്കാരിയായേക്കാം. അതെന്താ അമ്മേ അങ്ങനെ പറയുന്നേ? കരുണ ചെയ്തതിനേക്കാൾ എത്ര വലിയ തെറ്റാണ് അമ്മയുടെ മൂത്ത മോള് ചെയ്തത്. അതിനെ ഞാൻ വില കുറച്ച് കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണവും കാണും. അതേപ്പറ്റി അല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ സംസാരം. കരുണ മടങ്ങി വരികയാണെങ്കിൽ അവൾക്ക് നീ അവള് പറയുന്ന ആവശ്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. അതിന് ഒരുമാതിരിപ്പെട്ട ആൺകുട്ടികൾക്കൊന്നും കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അവളെ നീ നന്നായിട്ട് സ്നേഹിക്കണം. അവളെ കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അത് പെട്ടെന്നൊന്നും കഴിഞ്ഞൊന്നും വരില്ല. എങ്കിലും സാവകാശം അവളെ ഒരു നല്ല പെൺകുട്ടിയായി വളർത്തിയെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. നീ നിന്റെ അച്ഛനെയും മുത്തശ്ശിയും കണ്ടായിരുന്നോ? കണ്ടു. ആ, ഉണ്ണീട്ടൻ എപ്പോഴാ വന്നത്? നിനക്കെന്തു പറ്റി? നീ ഇങ്ങനെയൊന്നുമല്ലല്ലോ നേരത്തെ സംസാരിച്ചത്. നീ എന്നും ഇടാൻ നോക്കിയല്ലേ വിളിച്ചത്? ഞാൻ പറഞ്ഞില്ലേ മോനെ, ഇനി അവൾക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഡേ, ഉണ്ണി നിന്നെ വിളിക്കാനാ വന്നത്. നീ പോകുന്നുണ്ടോ? ആ, പോകുന്നുണ്ട്. ഞാനിപ്പോ വരാം ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടന് കുടിക്കാൻ എന്തേലും കൊടുത്തായിരുന്നോ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. നീ വേഗം റെഡിയായി പോകാൻ നോക്ക്. ഞാൻ ദേ വരുന്നു. ഇവളിങ്ങനെ മാറേണ്ടതല്ലോ. എന്താ മാറിയത് വലിയ കുറ്റമായിപ്പോയോ? ദേ, ഇനിയെങ്കിലും അവളെ നീ നേർവഴിക്ക് നടത്താൻ നോക്കുണ്ണി. ആ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്താ അവിടെ പോയിട്ട് കേട്ടതൊക്കെ സത്യമാണോ? അതുകൊണ്ട് കുറച്ചൊക്കെ പത്തി താഴ്ത്തി വേണം അവന്റെ ഒപ്പം ജീവിക്കാൻ. ഇനി തിരിച്ചു വരില്ലെന്ന് ഞാൻ കരുതിയേ.
നിന്റെ ഈ മാറ്റം എനിക്ക് അത്ഭുതമായിട്ട് തോന്നുക. പെട്ടെന്നുള്ള ദേഷ്യത്തിലാ ഞാൻ അങ്ങനെയൊക്കെ പ്രതികരിച്ചത്. അത് ആരായാലും പ്രതികരിക്കുമല്ലോ. എന്നുവെച്ചാ ഒരു പെണ്ണിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണല്ലോ ഉണ്ണിയേട്ടൻ പറഞ്ഞത്. അതില് നീ എന്നെ തല്ലിയതിലും അപമാനിച്ചതിലും എനിക്ക് വിഷമമൊന്നുമില്ല. എങ്കിലും ഞാനതിനൊക്കെ സോറി പറയാ. ഉണ്ണിയേട്ടന്റെ അച്ഛനെ വലിയ ഇഷ്ടായിരുന്നല്ലേ? ഇത് അച്ഛൻ്റെ ജന്മമാസാ. ഞാനിടയ്ക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്തായിരുന്നു. അമ്മയായിട്ട് അച്ഛനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തായിരുന്നു. എന്തോ ഒരു നിമിത്തം പോലെയാ നീ ഇപ്പോൾ ഈ വിഷയം എടുത്തിട്ടത്. എന്തിനാ വണ്ടി നിർത്തിയത്? ഉണ്ണിയേട്ടന് അച്ഛനെക്കുറിച്ച് ഞാൻ ചോദിച്ച വലിയ വിഷമായില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഓർമ്മയാകുന്നതിന് മുമ്പ് തന്നെ അച്ഛനങ്ങ് പോയില്ലേ? അന്ന് ഉണ്ണിയേട്ടന്റെ അച്ഛനും കണ്ണേട്ടനും കൂടി സഞ്ചരിച്ച ബുള്ളറ്റിലേക്ക് ഒരു ലോറി പാഞ്ഞു വന്ന് കയറിയതല്ലേ? എന്നിട്ട് ആ ലോറി നിർത്താതെ പോയല്ലേ? അതെ. എന്നാലും ആരായിരിക്കും ആ ദുഷ്ടൻ? അതാരായാലും ശരി, അവനാണ് എന്റെ ജീവിതം തുളച്ചത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ അച്ഛൻ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഈ ഗതി വരില്ലായിരുന്നു എന്ന്. എന്റെയും അമ്മയുടെയും മഞ്ജുവിന്റെയും പേരിൽ അച്ഛൻ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കമ്പനിയുടെ ഭരണം അച്ഛനായിരുന്നേനെ. എന്ത് ചെയ്യാനാ, എല്ലാം നഷ്ടപ്പെടുത്തിയ ആ ലോറിക്കാരൻ. ഇന്ന് സംഭവം നടന്നിട്ട് 10-20 വർഷമായി. എങ്കിലും അവനിപ്പോ ചത്തു കാണില്ല. എന്റെ അച്ഛനെ കൊന്നിട്ട് ലോറിയുമായിട്ട് പാഞ്ഞു പോയാൻ. അവനെ എപ്പോഴെങ്കിലും ഞാൻ തിരിച്ചറിയുകയാണെങ്കിലുണ്ടല്ലോ, അവന്റെ പൊള്ളയ്ക്ക് ഞാൻ കത്തികയറ്റും. എന്റെ ജീവിതം തുളച്ചവനെ പിന്നെ ഞാൻ ജീവിക്കാൻ പോലും സമ്മതിക്കില്ല. അയാളെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കാനാ ഉണ്ണിയേട്ടാ? അന്ന് പോലീസ് ഒരുപാട് അന്വേഷിച്ചതാ, പക്ഷേ ആ ലോറി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്തായാലും അവൻ ചെയ്ത തെറ്റിന് വെള്ളം ഇറങ്ങാതെ അവൻ ചാവത്തേ ഉള്ളൂ. അതെ അതെ, ഒരുപക്ഷെ ആ സമയത്ത് തന്നെ ഉണ്ണിയേട്ടന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ചിലപ്പം രക്ഷപ്പെട്ടേനെ അല്ലേ? എന്നാലും രക്ഷപ്പെടില്ല. അച്ഛൻ സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചായിരുന്നു. എന്ത് ചെയ്യാനാ കരുണേ? അന്ന് മരിക്കേണ്ട ആള് മരിച്ചതുമില്ല, മരിക്കാൻ പാടില്ലാത്ത ആള് മരിക്കുകയും ചെയ്തു. ഞാൻ കണ്ണേട്ടന്റെ കാര്യമാണ് പറഞ്ഞത്. അന്നേ അയാളങ്ങ് പോയാൽ മതിയായിരുന്നു. അങ്ങനെയെങ്കിൽ എന്റെ തറവാട്ടിൽ പിന്നെ കണ്ണേട്ടനുമില്ല, മഹാലക്ഷ്മിയില്ല. അച്ഛന്റെ സ്വത്തുക്കളെല്ലാം എനിക്കും മഞ്ജുനും കിട്ടുകയും ചെയ്തേനെ. ഇനിയിപ്പോ അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അച്ഛനെ പറ്റി അങ്ങനെ ആലോചിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഈ സ്വത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാ വീണ്ടും അച്ഛനില്ലാത്തതിന്റെ വേദന അറിയുന്നത്. അച്ഛൻ പോയതുകൊണ്ടാ എല്ലാം കണ്ണേട്ടന് അടക്കി പിടിക്കാൻ പറ്റിയത്. എന്നുവെച്ചാ സ്വത്തിന്റെ 95% കണ്ണേട്ടന്റെ അമ്മയുടെ പേരിലായിപ്പോയി. ഇവന്റെ അച്ഛനെ കൊന്ന ആളോട് ഇത്രയും പകയും വിദ്വേഷവും ഉണ്ടെങ്കിൽ സത്യങ്ങൾ അറിഞ്ഞാല് പിന്നെ ഇവൻ എന്റെ കാരണത്തായിരിക്കും അടിക്കുന്നത്. എന്നാ പിന്നെ വാകരണേ, പോവാം.
ഇവള് പോയപ്പോ ഇത്ര പെട്ടെന്ന് ഇവള് തിരികെ വരുമെന്ന് ഒട്ടും കരുതിയില്ല. എന്തായാലും മഞ്ഞുരുകിയെന്ന് തോന്നുന്നു. മോളെ, ഞാനേ അബദ്ധത്തിൽ നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോ ഒരു സംശയം പറഞ്ഞുപോയി. അതിന് ഇവൻ മോളെ സംശയിച്ചതുണ്ടല്ലോ, ഒട്ടും ശരിയായില്ല. ദേ കവളത്തുണ്ട്. മോള് തല്ലിയതിന്റെ പുറത്തെ ഞാനും കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാലേ ഒരു പെണ്ണും സഹിക്കാത്ത കാര്യമല്ലേ ഇവൻ പറഞ്ഞത്. പെട്ടെന്നുള്ള ദേഷ്യം അമ്മായിയമ്മയും മരുമോളും എന്റെ കവളത്ത് തീർത്തല്ലോ. ഇനിയിപ്പോ അതേപറ്റി സംസാരിക്കണ്ട. ഇവളും അത് മറന്നു കഴിഞ്ഞു. ലക്ഷ്മിയുടെ കുഞ്ഞൊക്കെ പോയല്ലോ അമ്മേ. അത് ഓർത്തപ്പോ ഒരു സമാധാനം തോന്നി. എന്റെ മോളെ, അവളുടെ കുഞ്ഞു പോയി. ഇനിയിപ്പോ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കേണ്ടത് നിങ്ങളാ. ദേ അതിനിടയ്ക്ക് ഇങ്ങനെ തല്ലിപ്പിരിഞ്ഞ് രണ്ടുപേര് രണ്ടിടത്ത് നിക്കല്ലേ. അതമ്മ അമ്മയുടെ മരുമോളോട് തന്നെ പറ. ഇവൾക്കാ എന്നോട് വെറുപ്പുള്ളത്. മോളെ, അമ്മയാവാൻ കാത്തിരുന്ന ഒരു പെൺകുട്ടിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ട മൊത്തത്തിലൊരു മരവിപ്പുണ്ടാവും. പിന്നെ ദാമ്പത്യത്തിലൊന്നും വലിയ താല്പര്യമൊന്നും കാണില്ല. എന്നുവെച്ച് നിങ്ങൾക്കിനി കുഞ്ഞ് ജനിക്കില്ല എന്നൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ. ആ പിന്നെ വെറുപ്പൊന്നും അധികം ഉള്ളിൽ വെച്ചോണ്ട് നടക്കണ്ട മോളെ. ദേ ഒരുത്തി അച്ഛൻ ആരാണെന്നറിയാത്ത കുഞ്ഞിനെ ആ വയറ്റിലിട്ടോണ്ട് നടന്നത്. ആ കുഞ്ഞിപ്പം നമ്മുടെ ഭാഗ്യത്തിനങ്ങ് പോവുകയും ചെയ്തു. ഇനി മോളും മോളുടെ കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുന്നതേ അവള് കാണണം മോളെ. അങ്ങനെ തന്നെ വേണമെന്നാ എന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയുന്നത്. ആ പിന്നമ്മേ, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി ഉണ്ണിയേട്ടന്റെ അച്ഛനെ പറ്റി കുറച്ച് സംസാരിച്ചായിരുന്നു. ഇത് അച്ഛന്റെ ജന്മമാസാണല്ലേ? അതെ, അദ്ദേഹം അങ്ങ് പോയതുകൊണ്ടാ എന്റെ മക്കൾക്കെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടത്. അതേപ്പറ്റിയൊക്കെ ഉണ്ണിയേട്ടൻ പറഞ്ഞു. എന്നെ വലിയ സ്നേഹമായിരുന്നു മോളെ വിശ്വേട്ടന്. എന്നുവെച്ചാ ഞാൻ കണ്ണന്റെ അമ്മ പോയ ശേഷം കണ്ണനെ നോക്കാനാ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ എന്തു പറഞ്ഞാലും അദ്ദേഹം കേൾക്കുമായിരുന്നു. കണ്ണന്റെ അമ്മയുടെ പേരിലായിരുന്നല്ലോ സ്വത്തുക്കളെല്ലാം. അതില് പകുതി എനിക്ക് തരാൻ പറഞ്ഞിരുന്നെങ്കിലേ അന്ന് അങ്ങേര് കേൾക്കുമായിരുന്നു. എന്നാ അതിനൊന്നുള്ള ബുദ്ധി എനിക്ക് പോയില്ല മോളെ. നീ കണ്ടില്ലേ, ഒരു ഫോട്ടോ പോലും വെക്കാൻ കണ്ണൻ സമ്മതിക്കത്തില്ല. ഫോട്ടോ വെച്ച് വിളക്ക് തെളിയിച്ചാലേ അവൻ അവന്റെ അച്ഛനെ ഓർക്കുമെന്നാ അവൻ പറയുന്നേ. ഇവിടെ ആരും അതുകൊണ്ടാ വിശ്വേട്ടനെ കുറിച്ച് സംസാരിക്കാത്തത്. എന്നെ ജീവനായിരുന്നു. അതുപോലെയായിരുന്നു 3 മക്കളെയും. പിന്നെ കണ്ണൻ അരയ്ക്ക് താഴോട്ട് തളർന്നതുകൊണ്ടേ എല്ലാം അവൻ കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് വാമേട്ടനും കരുതിയില്ല. അല്ലെങ്കിൽ പെങ്ങളെ വിശ്വേട്ടന് കൊടുത്ത സമയത്ത് തന്നെ ഒരു നീക്കുപോക്കുണ്ടാക്കിയേനെ. എന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ വാമേട്ടൻ പറഞ്ഞേനെ. അതും നടന്നില്ല. ചുരുക്കം പറഞ്ഞ കിട്ടേണ്ടതൊന്നും കിട്ടിയതുമില്ല. അങ്ങേരങ്ങ് പോവുകയും ചെയ്തു. പോകേണ്ട ആള് പോയതുമില്ല അല്ലേ? അങ്ങനെയാ ഉണ്ണിയേട്ടൻ പറഞ്ഞത്. സംശയമുണ്ടോ? ആ അപകടത്തിലേ അവൻ തന്നെ ആയിരുന്നു പോവേണ്ടത്, കണ്ണൻ. അവൻ പോയിട്ട് വിശ്വേട്ടൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലേ എന്റെ മക്കൾ അനുഭവിക്കേണ്ടതാ ഈ കണ്ട സ്വത്തുക്കളെല്ലാം. എല്ലാത്തിനും കാരണക്കാരനായത് ആ ലോറിയും ആ ഡ്രൈവറുമാ. അതിനുശേഷം അവന്റെ പൊടി പോലും കണ്ടിട്ടില്ല. അവൻ ആരാണെന്ന് അറിഞ്ഞിട്ടുമില്ല. അവൻ ആരായാലും ശരി, ഇരുന്ന് നിരങ്ങിയേ അവൻ തീരത്തുള്ളൂ. ഉണ്ണിയേട്ടന് പിന്നാലെ അമ്മയും എന്റെ അച്ഛനെ പ്രാഗി കൊല്ലുവാണല്ലോ. നല്ല മഴയുള്ള സമയത്താ അമിത സ്പീഡിൽ വന്ന ആ ലോറിയും ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചത്. ആ സമയത്ത് രക്ഷിക്കാൻ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഒരുത്തൻ രക്ഷപ്പെട്ടു കളഞ്ഞു. അവൻ വീൽ ചെയറിലായെങ്കിലും അവൻ ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുകയാണല്ലോ മോളെ. മഹാലക്ഷ്മിയായിട്ട് അവൻ ഇപ്പൊ വേർപിരിഞ്ഞ് നിൽക്കുക. എങ്കിലും അവൾ അവന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം
അവനുണ്ടായ മാറ്റങ്ങളൊക്കെ മോക്കും അറിയാമല്ലോ. എന്തായാലും ഇപ്പൊ മഹാലക്ഷ്മിയെ ഉള്ളിൽ വെച്ചോണ്ട് നടക്കുകയല്ലോ അയാള്. അത് സമാധാനായി. മോളെ, മോളുടെ വീടും പറമ്പും ഒക്കെ മോളുടെ അച്ഛന്റെ അമ്മയുടെയും പേരിലല്ലേ? അതെ. അതെങ്ങനെയെങ്കിലും മോളുടെ പേരിലാക്കാൻ നോക്കണം മോളെ. ഇതൊക്കെ സമയത്തിന് ചെയ്യണം. ആർക്കെപ്പോ എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. മോളുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ മോളുടെ അമ്മ മോൾക്ക് മാത്രമായിട്ട് ആ വീടും പറമ്പ് തരുമെന്ന് തോന്നുന്നുണ്ടോ മോക്ക്? അതിപ്പോഴും തരാൻ പ്രയാസാ. എന്തായാലും ശരി, ചെയ്യാനുള്ളതൊക്കെ നേരത്തെ ചെയ്തു വെക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ.